10 വർഷത്തെ പിണറായി ഭരണോ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, തുടരണ്ട എന്നും എനിക്കില്ല. തുടരണം എന്നാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാം പല കാര്യങ്ങളും. പിന്നെ അവർ ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ട് വരുമല്ലോ പല കാര്യങ്ങളും. അപ്പോൾ ആ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു പൂർത്തീകരണത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും ഇനി തുടർന്നാൽ. കാരണം നമ്മളൊരു കാര്യം ചെയ്തു വെച്ചൊരു കാര്യം നമ്മൾ തന്നെ പൂർത്തീകരിക്കുന്നതാണ്. കുറേ പദ്ധതികളൊക്കെ ഇനി പൂർത്തീകരിക്കാൻ പറ്റും. കുറേയൊക്കെ പൂർത്തീകരിച്ചു, ഇനി കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അവർ തന്നെ തുടരുകയാണെങ്കിൽ അങ്ങനെ ഒരു പൂർത്തീകരണം സാധിക്കും. പിന്നെ ഇവർ വരുവാണെങ്കിൽ അവർ തുടങ്ങി വെച്ച ചില പദ്ധതികളൊക്കെ പൂർത്തീകരിക്കും. ഇപ്പോൾ പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരിനി കൊടുക്കുമോ ഒന്നും അറിയില്ല. ഇവർ പറയുന്നത് ഖജനാവ് കാലിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പെൻഷനൊക്കെ മുടക്കി കഴിയുമ്പോൾ ഇവർ പറയും ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഖജനാവ് കാലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇവർ എക്സ്ക്യൂസ് പറയും. മറ്റേ ഗവൺമെൻറ് അങ്ങനെയല്ല, എവിടെ നിന്നെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട്. ഇവരിനി ഖജനാവ് കാലിയാണെന്നുള്ള ട്രെൻഡ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇവർ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ വലിയ ഭരണമൊന്നും കാഴ്ചവെച്ചില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ഖജനാവ് കാലിയല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവരങ്ങനെ ആക്കി വെച്ചേക്കല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ക്യൂസസ് കേൾക്കണ്ടെങ്കിൽ അവരെ തന്നെ ഒരു തുടർ ഭരണം എന്നുള്ള നിലയിൽ കൊണ്ടുപോകണം നല്ലത്. LDF കാരണം അവരിങ്ങനെ എക്സ്ക്യൂസസ് പറയില്ല. ഇപ്പോൾ പാവപ്പെട്ട എന്നുള്ളൊരു പദപ്രയോഗം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും. പാവപ്പെട്ട ജനങ്ങൾ, പാവപ്പെട്ടവർ, സാധാരണക്കാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെ ഇല്ലാതാക്കും തുടർ ഭരണം കിട്ടിയാലെന്ന്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ? നടക്കൂല, അത് പിന്നത്തെ കാര്യം. പക്ഷേ ഈ പാവപ്പെട്ടവർ എന്നുള്ളൊരു കാര്യം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ആശയം, അല്ലെങ്കിൽ അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം എന്നൊക്കെ പറയാനുള്ളൊരു ചങ്കുറപ്പ് ഈ പറയുന്ന UDF-നോ നേതാക്കൾക്കോ ഉണ്ടോ? അതാണ് ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ അവഗണിക്കുമോ? അതാണ് നമ്മുടെ ഒരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർ പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം ഒരു